തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അച്ഛമ്മയെ കുറിച്ചാണമ്മേ. അച്ഛമ്മ ഒരു ദേവതയാണെന്ന് ഏട്ടൻ ആരോട് പറയുന്നത് ഞാൻ കേട്ടു. ഓ ദേവത, അവരെ മൂദേവിയാ, മൂദേവി. എന്റെ അടുത്ത് പോരടിച്ച് മടുത്തപ്പോഴാ അവരുടെ ഇളയമോള് ശ്രീജയുടെ വീട്ടിൽ കൊണ്ടുവിട്ടത്. കുറച്ചു കാലം കഴിയുമ്പോ ശ്രീജ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവിടും. അതോടെ വീണ്ടും തുടങ്ങി എന്റെ കഷ്ടകാലം. ആ സമയത്ത് ദേവതയുടെ തനി സ്വരൂപം ചേട്ടനും കാണാം. അത് റിയാലിറ്റി. നമുക്കൊക്കെ അച്ഛമ്മയെ കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അതാ എന്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്ത്. എന്നാൽ ഇത് കുറച്ച് കടുത്ത സങ്കല്പങ്ങളായി പോയി. കാപ്പി ഒട്ടും നന്നായില്ല, കടുപ്പം കൂടി, മധുരം കുറവാ. കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ മോൻ. അറിയാവുന്ന ജോലികളൊക്കെ ചെയ്ത് നമുക്കൊന്നും ഒരു കുറവും വരാതെ അവൻ നോക്കുന്നുണ്ട്. എല്ലാവരും അവനെ കുറിച്ച് നല്ലത് മാത്രമേ പറയും. പക്ഷെ ഈ പൊങ്ങച്ചൻ പറയുന്ന സ്വഭാവം മാത്രമേ ഉള്ളൂ സഹിക്കാൻ പറ്റാത്തത്. ആ സ്വഭാവം മാറില്ലമ്മേ. വിത്തുഗുണം 10 ഗുണമെന്നല്ലേ? അയ്യോ, അമ്മയല്ല ഉദ്ദേശിച്ചത്. ഏട്ടനീ തള്ളു സ്വഭാവം കിട്ടിയത് ഞങ്ങളുടെ അച്ഛനീന്നല്ലേ. ഓ, അങ്ങേരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. രാവിലെ തന്നെ ഉമ്മർത്തിരുന്ന് വിരോധം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു കത്തി ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എന്റെ മുമ്പിൽ വന്ന് അങ്ങനെ നിൽക്കുക കടാകടിയന്മാരായ 4 മല്ലന്മാർ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇടത് മാറി വലത് ചവിട്ടി കടകം തിരിഞ്ഞ് 1, 2, 3, 4 അവന്മാരടിച്ച് താഴെയിട്ട് ഭൂമിയെ വണങ്ങിയിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ മുമ്പില് ഭീമാകാരനായി നിൽക്കുക ആരാ ആരാ? ഇട കേരളത്തെ കിടുകിടാ വിറപ്പിച്ച ഗുണ്ട കോട്ടപ്പള്ളി സുര. കയ്യിലാണെങ്കിൽ മലപ്പുറം കത്തി, തോളിൽ AK-47, അരയിലുള്ള ബെൽറ്റിൽ നിറയെ ബോംബ്, വേറെയും ആയുധങ്ങൾ അയാളുടെ സൂട്ട് കേസിലുണ്ടായിരുന്നു. ഒരടി അങ്ങനെ മുമ്പോട്ട് കയറി കളരി പരമ്പര ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് നെഞ്ചിലേക്ക് ഒരൊറ്റ ചവിട്ട. 4ന്റെ അന്ന് സഞ്ചയനം. ആരുടെ? ചേട്ടൻ്റെയോ? എടാ, എന്റെ സഞ്ചയനം കഴിഞ്ഞാൽ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുവാടാ. വല്ല ഭസ്മമായിട്ട് കായലിലോ കടലിലോ അലിയത്തില്ലേ? ആ പറഞ്ഞ ശരിയാ. കോട്ടപ്പള്ളി സുരയെ ഞാൻ ഒതുക്കിയ കഥ ഈ നാട് മുഴുവൻ പാട്ടാ. ഈ നാട്ടിൽ ജനിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും അതറിയാം. കോട്ടപ്പള്ളി സുരയെ അച്ഛൻ ഒതുക്കിയ കഥ ഈ നാട്ടിൽ പാട്ടായത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടാ. ഇതിന്റെ ശരിക്കുള്ള വേർഷൻ അറിയണമെങ്കിൽ കോട്ടപ്പള്ളി തന്നെ പോണം. അറിയാനൊന്നുമില്ല. ആ സംഭവത്തിന് ശേഷമാ ഒരു ഗുണ്ട എന്ന നിലയിൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടത്. വാക്കത്തി ശ്രീധരൻ എന്ന് കേട്ടാ എല്ലാവരും നടുങ്ങി ഇറക്കുമായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാ. വാക്കത്തി ശ്രീധരന് പകരം കത്തി ശ്രീധരനായെന്ന് മാത്രം. അച്ഛന്റെ കത്തിവയ്പേ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പേടിയാ. അല്ല, അതും ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം വീട്ടിൽ പോലും വിലയില്ലാത്ത ഒരു എക്സ് ഗുണ്ടായി പോയില്ലേ ഞാൻ. വിഷമിക്കണ്ടച്ചാ, ഞാനും വീട്ടിൽ വിലയില്ലാത്തൊരു കോടീശ്വരനാ. അർജുൻ മോൻ കോടീശ്വരനായോ? എന്ത് ചെയ്യാം, പല ജോലികൾ ചെയ്ത് കാശുണ്ടാക്കി വന്നപ്പോ അങ്ങനെ സംഭവിച്ചു പോയി. ഈ കോടീശ്വരന് ചാരിറ്റി ചെയ്യാനുള്ള സമയമായി. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അത്യാവശ്യമായിട്ട് രക്തം കാത്തിരിക്കുക. വരട്ടെ. ആ മക്കള് ചെല്ല്. സ്വാമി, എടോ, എന്തായി കാര്യങ്ങള്? SP, പോലീസിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. SP മദ്യപിച്ചിരുന്നത് റിപ്പോർട്ടിൽ വരില്ല. അതൊന്നും എനിക്ക് പ്രശ്നമല്ല സ്വാമി. ഞാൻ കാരണം ആ കുട്ടിയുടെ ജീവൻ ഇല്ലാതാവരുത്. എത്ര പണം ചെലവായാലും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല. SP സമാധാനപ്പെട്. ആദ്യ സർജറി കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നുകൂടി ചെയ്യേണ്ടി വരുമെന്നാ ഡോക്ടർ പറയുന്നത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. SP രാത്രി ഒരു അല്പം പോലും ഉറങ്ങിയിട്ടില്ലല്ലോ. നല്ല ക്ഷീണമുണ്ട്. വീട്ടിലേക്ക് പൊയ്ക്കോ.
അല്ല ഞാനിത് പൊയ്ക്കോ എസ് പി, ഞാനിവിടെ നിൽക്കയല്ലേ. പൊയ്ക്കോ. ആ അല്ല അത് സ്വാമി, കുറച്ച് സമയമെങ്കിലും എസ് പി കിടന്ന് ഉറങ്ങണം. 10 മണിക്ക് ഓഫീസിൽ ചെല്ലേണ്ടതാ. എടോ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ പറ്റൂ? അടിച്ച് ഫിറ്റായി എവിടെയെങ്കിലും കാറടിച്ച് എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ചത്. അത് ഇങ്ങനെയായി. ഇന്നലത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എസ് പിയുടെ മക്കളുടെ പെരുമാറ്റം വളരെ മോശമായിപ്പോയി. ഡ്രൈവറില്ലാതെ കാർ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനസ്സറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ എസ് പി കേട്ടില്ല. എക്സ്ക്യൂസ് മീ സർ. മായയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ ആള് വന്നോ? ബ്ലഡ് കൊടുക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ല, ആരായി മായ? അത് ആക്സിഡന്റ് ആയ കുട്ടിയുടെ പേര് മായ എന്നാ. ഈ അപകടം ഒരു ടേണിംഗ് പോയിന്റ് ആവും, അതെനിക്ക് ഇപ്പോ ഉറപ്പുണ്ട്. എടോ മായ എന്നുള്ളതൊരു ഫേക്ക് നെയിമാ. ആ കുട്ടിയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ട് അവരങ്ങനെ ഒരു പേരിട്ടത്. ആ കുട്ടിക്ക് ബോധമില്ലല്ലോ. ഫോണോ ബാഗോ ഒന്നും ആ കുട്ടിയുടെ കയ്യിലില്ലായിരുന്നു. എടോ അവൾക്ക് വേണ്ടപ്പെട്ടവരെ എങ്ങനെ വിവരം അറിയിക്കുക? തൽക്കാലം അവള് മായായിട്ട് തന്നെ തുടരട്ടെ. വേണ്ടപ്പെട്ടവര് തേടി വന്നോളും. വരും, തീർച്ച. മിനിമോയെ ഒരു SUV എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. ഹെൽമെറ്റ് വേണ്ടെന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ചില്ല. ബൈക്ക് വന്നിട്ട് എന്റെ തലമുടി മുഴുവൻ അലമ്പായി. അതെ എടോ, രാവിലെ ജോഗിങ്ങിനിടയില ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഓള് വന്നേ. കാർ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പൊ തന്നെ നിന്നെയും വിളിച്ച് ബൈക്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നു. ആ സമയത്ത് ഈ പാട്ട് ബൈക്ക് എവിടെ നട്ടി? അത് പിന്നെ ഒരാൾ ബൈക്കിൽ വരുന്നുണ്ട്, കൈ കാണിച്ചു നിർത്തി ഒറ്റ വില പറഞ്ഞു. അപ്പൊ തന്നെ ചെക്ക് എഴുതി കൊടുത്തു. ചെക്ക് ലീഫ് ആയിട്ടാണോ അർജുൻ ജോഗിങ്ങിന് പോകുന്നത്? എടോ ചെക്ക് എഴുതി കൊടുത്തു ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞല്ലേ. ഈ മൊബൈലിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ജോഗിങ്ങിനിടയിൽ നിന്ന് ഓടി വന്നതാണെന്ന് പറയുന്നു. പക്ഷേ ഈ ഡ്രസ് ഇട്ടാണോ ജോഗിങ്ങിന് പോകുന്നേ? വെൽ ഡ്രസ്ഡ് അല്ലേ? ഈ വെൽ ഡ്രസ്സായി ജോഗിങ്ങിന് പോകുന്നത് എന്റെ ഒരു വീക്ക്നെസ്. ഈ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നല്ലേ പ്രമാണം. അർജുൻ പറയുന്നതിലൊക്കെ എന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടെന്ന് ശരിയാവില്ല ധോനി. പേഷ്യന്റ് ഇവിടെ ഓവർനൈറ്റ് ബ്ലഡിന് വേണ്ടി കാത്തിടക്ക.